മലപ്പുറം വാഴക്കാട് പഞ്ചായത്തിൽ ജനവിധി തേടുന്നവരിൽ ഒരമ്മയും മകളുമുണ്ട്. രാജിത വിശ്വനാഥനും മകൾ ദിവ്യ വിപിൻലാലുമാണത്. 12-15 വാർഡുകളിലെ BJP സ്ഥാനാർത്ഥികളാണ് ഈ അമ്മയും മകളും. CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പല കൗതുകം നിറഞ്ഞ കാഴ്ചകളും കാണാറുണ്ട്. ഒരു വീട്ടിൽ നിന്ന് 2 സ്ഥാനാർത്ഥികൾ, അച്ഛനും മകനും മത്സരിക്കുന്നു, സഹോദരങ്ങൾ മത്സരിക്കുന്നു. അങ്ങനെ പല തരത്തിലുള്ള കൗതുക കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. അത്തരത്തിലൊരു കാഴ്ചയാണ്, വാർത്തയാണ് നമുക്ക് മലപ്പുറം വാഴക്കാട് നിന്നും പങ്കുവയ്ക്കാനുള്ളത്. വാഴക്കാട് പഞ്ചായത്തിലെ 12-ാം വാർഡിലും 15-ാം വാർഡിലും മത്സരിക്കുന്നത് ഒരു അമ്മയും മകളുമാണ്. രാജിത ചേച്ചിയും മകൾ ദിവ്യയും. രണ്ടുപേരും BJPയുടെ വാർഡിലെ സ്ഥാനാർത്ഥികളായിട്ടാണ് മത്സരിക്കുന്നത്. നമുക്ക് ഇപ്പം അവർ ചേരുന്നുണ്ട്. അമ്മയും മകളും മത്സരിക്കുക എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിൻ്റെ കാര്യമാണ് സത്യത്തിൽ, അല്ലേ? എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷനൊക്കെ? നല്ല സന്തോഷമാണ് മകൾ നിൽക്കുന്നത് പറഞ്ഞപ്പോൾ. നല്ല സന്തോഷമായി. സംസാരിച്ചിരുന്നു. വിളിക്കലുണ്ട്, ഫോൺ വിളിക്കലുണ്ട്, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയലുണ്ട്. മകളോട് മത്സരിക്കാൻ അങ്ങോട്ട് നിർദ്ദേശിച്ചതാണോ? അങ്ങോട്ട് നിർദ്ദേശിച്ചാണ് മത്സരിക്കാൻ നിൽക്കുക പറഞ്ഞപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിർബന്ധിച്ച് നിർത്തിയാണ്. എങ്ങനെയുണ്ട് കന്യാംഗം? നല്ല ഓരോ വീടുകളിൽ പോകാനായി, അവരുടെ ഓരോ പ്രശ്നങ്ങൾ അറിയാനായി. ഇതുവരെ എല്ലാവരെയും അറിയില്ലായിരുന്നു, ഇപ്പം എല്ലാവരും അറിയാം. നേരത്തെ അമ്മ മത്സരിച്ചപ്പോൾ കൂടെ നിന്ന് സഹായിച്ചിട്ടുണ്ടോ? അത് കല്യാണം കഴിഞ്ഞ് ഇവിടെ ഇരുന്ന് അന്ന് കഴിഞ്ഞില്ല. ഇപ്പം ഏതായാലും അമ്മ അവിടെ മത്സരിക്കുന്നു, ഞാൻ ഇവിടെ മത്സരിക്കുന്നു. അപ്പോൾ ഈ എങ്ങനെയാണ് പ്രചരണത്തിൻ്റെ രാവിലെ മുതൽ വൈകുന്നേരം അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ട് പോകലാണ്. ഒരു റൗണ്ട് കഴിഞ്ഞു അല്ലേ? ഒരു റൗണ്ട് കഴിഞ്ഞു. മറ്റൊരു സന്തോഷം കൂടി ഉണ്ട് അല്ലേ? അതിൽ കൂടുതൽ സന്തോഷം ഇങ്ങനത്തെ ഒരു അവസരത്തിൽ. അല്ല, കൂടുതൽ ആളായി നാട്ടിലുള്ള എല്ലാവരും അറിയപ്പെടുമല്ലോ സ്ഥാനാർത്ഥി എന്നുള്ളതിൽ. വീട്ടിൽ അടച്ചിരുന്നിട്ട് കാര്യമില്ല, പുറത്തിറങ്ങി. അമ്മമാര് ഇതൊക്കെ വിശേഷം ഉണ്ടാകുമ്പോൾ പറയാ കുറച്ച് ദിവസം ശ്രദ്ധിക്കുക, മേലങ്ങണ്ടെന്നൊക്കെ പറയാം. പക്ഷേ അമ്മ പുറത്തിറങ്ങി പോയി ആളുകളെ കാണാന്ന് പറയുന്നത്. അല്ല, ആളുകളെ കണ്ടാലല്ലേ നമുക്ക് കുറച്ചുകൂടി ഇത് കിട്ടുള്ളൂ. എല്ലാ നാട്ടുകാരൊക്കെ അറിഞ്ഞു നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഇത് കിട്ടും. പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ടൊരു കാര്യമില്ല. ഈ സമയത്ത് ആക്റ്റീവ് ആവുക വേണ്ടിയത്. എങ്ങനെ ഡോക്ടർ വിശ്രമം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെ അലച്ചിലെന്തൊക്കെ ഒന്ന് ക്ഷീണമാവുന്നുണ്ടോ? ചെറിയ ക്ഷീണം, നല്ല കുഴപ്പമില്ല. ഒരു അനുഭവമായിട്ട് കാണുകയാണല്ലേ? നല്ലൊരു അനുഭവമാണ്. എങ്ങനെ ബാക്കിയുള്ളവരൊക്കെ സപ്പോർട്ട് എങ്ങനെ ഭർത്താവിൻ്റെയും? ഭർത്താവ് കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും വീട്ടുകാരായാലും സപ്പോർട്ടീവാണ്. ഇപ്പം എൻ്റെ വീട്ടിൽ നിന്നായാലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നായാലും എല്ലാവരും സപ്പോർട്ടീവാണ്. വരുന്ന സ്ഥാനാർത്ഥി പ്രഗ്നൻ്റാന്ന് അറിയുമ്പോൾ വോട്ടർമാരെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഈ സമയത്ത് ഇറങ്ങി നിൽക്കണം അങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെയൊന്നുമില്ല, അവർ അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് പറയും. അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളായിട്ടൊന്നും. വാഴക്കാട് അത്യാവശ്യമൊക്കെ വോട്ടർമാരുള്ള മേഖലയാണ് BJPയുടെ. എന്താണ് അമ്മയുടെയും മകളുടെയും പ്രതീക്ഷകൾ? ഇങ്ങനെ ഞങ്ങൾ ജയിക്കണം എന്നുള്ളൊരു വാശിയാണ്, വിജയം വേണമെന്നുള്ളൊരു വാശിയാണ്. മാറ്റം ചിന്തിക്കാമല്ലോ നമുക്ക്. എല്ലാ സ്ഥലത്തും ഒരു മാറ്റം വേണമെന്നുള്ളൊരു ചിന്താഗതിയാണ്. അപ്പം എങ്ങനെയെങ്കിലും വിജയിക്കണം എന്നുള്ളൊരു നല്ല ഉറച്ച മനസ്സോടെ കൂടിയാണ് നിൽക്കുന്നത്. BJPയുടെ സ്ഥാനാർത്ഥിയാവുന്ന ആളുകൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഇല്ല, എല്ലാവർക്കും നമ്മളോട് പ്രത്യേകിച്ച് ഒരു എതിർപ്പോ കാര്യങ്ങളോ ഇല്ല. എല്ലാവരും നല്ലപോലെ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്, നമ്മളെ കൂടെ നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അതൊരു വലിയ മാറ്റമായതുകൊണ്ട് 5 വർഷത്തിനിടയിൽ അതുണ്ട്. ഇപ്പം കൂടെ ഒരുമിച്ച് നിൽക്കുക. ഇപ്പം വോട്ട് ചോദിച്ച് ചെല്ലും. ആദ്യമൊക്കെ ഈ പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ചിലർക്ക് ഒരു ഇതാണ്. ഇപ്പോൾ പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പം നല്ലൊരു സപ്പോർട്ടായി നിൽക്കുന്നുണ്ട് എല്ലാവരും, എല്ലാ ആൾക്കാരും. എന്തായാലും അമ്മയ്ക്കും മകൾക്കും ഒരുപാട് പ്രതീക്ഷകളുണ്ട്, വിജയിക്കാനാകുന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണല്ലേ? അതാണ് അമ്മയുടെയും മകളുടെയും വിശേഷങ്ങൾ. രണ്ടുപേരും വിജയപ്രതീക്ഷയോടെ പ്രചരണ രംഗത്ത് തുടരുകയാണ്. എന്താണെങ്കിലും അതോടൊപ്പം തന്നെ വലിയ ഒരു സന്തോഷം കൂടി അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അവർ പങ്കുവയ്ക്കുകയാണ്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.